നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കനാലിൽ അകപ്പെട്ട ഒരു യുവാവ് മരണമടഞ്ഞത് കുമാരമംഗലത്തു നിന്നും ചോഴങ്കുടി വീട്ടിലെ അംഗം 45 വയസ്സുള്ള യുവാവിൻ്റെ വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടത്. അതും രാത്രിയുടെ മറവിൽ സംഭവിച്ചത് കുമാരമംഗലം ഭാഗത്തെ കനാൽ സൈഡിൽ നിന്നും എന്നാണ് നാട്ടുകാർ പറയുന്നത്. വൈകുന്നേരം വീട്ടിൽ പോകുന്ന വഴിക്ക് വഴി ഏതാണ്, കനാൽ എവിടെയാണ് എന്നറിയാൻ പാടില്ലാത്ത രീതിയിലാണ് രാത്രിയിൽ ഇവിടുത്തെ സിറ്റുവേഷൻ. അപകടാവസ്ഥ ഞാൻ വീഡിയോ ബൈക്കിൻ്റെ ലൈറ്റ് ഇട്ട് കാണിക്കുകയാണ്. ഈ കാണുന്നത് കുഴിയ കനാലിലേക്കുള്ള ഗർത്തമാണ് കാണുന്നത്. അവിടെ ഇത്രയ്ക്ക് റോഡ് സൈഡിൽ വളരെ അപകടമായി ഇരിക്കുന്ന ഒരു സംഭവമാണ്. വളരെ ഡേഞ്ചർ അവസ്ഥയാണ്. ഒരു സിഗ്നലോ ഒരു സംരക്ഷണ ഭിത്തിയോ ഇവിടെ ഇല്ല. ഇന്നലെ അപകടം സംഭവിച്ചത് ഇവിടെയാണെന്നാണ് ജനം പറയുന്നത്. അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയും ഇവിടെ എന്ന ഒരറിയിപ്പാണിത്. സന്ധ്യ കഴിഞ്ഞാൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രധാന ടൗണിലെ രീതിയാണ് ഈ കാണുന്നത്. കുമാരമംഗലം സ്കൂളിൻ്റെയും വില്ലേജിൻ്റെയും പഞ്ചായത്തിൻ്റെയും സെൻട്രൽ ഭാഗമാണ്. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. കുമാരമംഗലം പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനായ ചോളങ്കുടി ജംഗ്ഷൻ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇത് വിശ്രമകേന്ദ്രം കുമാരമംഗലം സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയേക്കണെയാണ് NSS യൂണിറ്റിൻ്റെ. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കനാൽ പോകുന്നത്. ഇപ്പോൾ ഇരുട്ടായിട്ട് കാണത്തില്ല. ഇന്നലെ ഇവിടെ ഒരു അപകടം ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് ഇവിടെയാണെന്നാണ് ജനം പറയുന്നത്. പക്ഷേ ഇതിലെ റോട്ടിക്കിടെ നടന്നു പോകുന്ന വ്യക്തി ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് ഇച്ചിരി അങ്ങ് മാറുമ്പോഴത്തേക്കും പോണത് കനാലിലേക്കായിരിക്കും. അതും കരിങ്കല്ല് കഷ്ണമാണ് അടിയിൽ കിടക്കുന്നത്. ഏത് സമയത്തും വലിയൊരു അപകടം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വഴിയാത്രക്കാരായാലും മറ്റു വാഹനങ്ങളായാലും. പറയാനുള്ളത്, ഇത് സംരക്ഷണ ഭിത്തിയില്ല. ഈ റോഡിന് ഇത്ര അപകടകരമായ രീതിയിൽ ഈ കനാലിൻ്റെ ഗവി ഇത്രയും നാളായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. ഇതുവരെ ഇതിനൊരു സംരക്ഷണ ഭിത്തി കെട്ടാനോ ഒരു മുന്നറിയിപ്പ് ബോർഡോ സ്ഥാപിക്കാൻ ഇത് പഞ്ചായത്തിൻ്റെ തന്നെ ഘടികാരസ്ഥിതിയാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ നിരുത്തരവാദിത്വമായ ഇടപാടുകളാണ്. ഇവിടെ ഒരുപാട് അപകടങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തുടങ്ങി ലഹരി മാഫിയകളുടെ ശല്യം ദിനം പ്രതി കൂടി വരുന്നു. ഇതിപ്പോൾ 11ഉം 10ഉമായ 2 വാർഡിൻ്റെ അതിരാണ് ഈ റോഡ്. അങ്ങോട്ടുള്ള തരത്ത് ചെറിയൊരു സ്ട്രീറ്റ് ലൈറ്റ് കണക്ക് കാണാം, ഇങ്ങോട്ട് ഒരെണ്ണമുണ്ട്. പക്ഷേ പ്രധാന സ്ഥലമായ ഇവിടെ ഈ ജംഗ്ഷൻ ഇത് കണ്ടോ, ഈ കനാൽ പോകുന്ന റോഡ് സൈഡിൽ ഒരു വെട്ടോ വെളിച്ചോ ഇല്ലാതെ ഇരുട്ടിലാണ്. ഇത് വഴിയോര വിശ്രമ കേന്ദ്രമാണ് കാണുന്നത്. അവിടെ വരെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത രീതിയാണ്. ഇതാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒരു രീതികൾ. ഇവിടെ പഞ്ചായത്തിൽ ചില പുതിയ പദ്ധതികൾ പണിയുന്നുണ്ടെങ്കിലും പഞ്ചായത്തിന് വേണ്ടപ്പെട്ട കനാലുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണം. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ വ്യക്തി കനാൽ ഇടിച്ച് നിരത്തിയിട്ടും വേണ്ടപ്പെട്ട നടപടിക്രമങ്ങൾ എടുക്കാൻ നാളിതുവരെയും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഇവിടം കാട് പിടിച്ച് കിടന്ന സ്ഥലം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചതാണ്. കാട് വെട്ടിക്കഴിഞ്ഞപ്പോൾ റോഡാണോ കനാലാണോ എന്ന് രാത്രിയിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായതാണ് അപകടങ്ങൾക്ക് കാരണം. പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയുടെ കീഴിൽ ഒരു വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന് ലഭിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ ചില പദ്ധതികൾ ലാപ്സാബാദെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ജനകീയ വിഷയങ്ങൾ നടപ്പാക്കുന്നില്ല. ജനകീയ വിഷയങ്ങളായ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഭരണസമിതി അംഗങ്ങൾ കൂട്ടുനിൽക്കാത്തതാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ശാപം. പഞ്ചായത്തിൻ്റെ വികസന നയങ്ങൾ നടപ്പാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും 2 തട്ടിലാണ് കളിക്കുന്നതെന്നാണ് ജനം പറയുന്നത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.